Assalamualaikum, welcome back to another episode. അപ്പോൾ ഇന്ന് നമ്മൾ പാർക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇന്ന് രാത്രി ഇപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് ഒന്ന് പോകാനായിട്ട് ഇറങ്ങാണ്. നമ്മൾ രാത്രിയാണ് കേട്ടോ പാർക്കിൽ പോകണം. കാരണം ഉച്ചക്ക് കയറി കഴിഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയാണ്. നിൽക്കുക പറക്കില്ലേ. ഇവിടെ ഒരു ഈന്തപ്പനയുടെ മരം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഫൈസൽ വാപ്പി ഐശുവിന് ഈന്തപ്പഴം പറിച്ചു കൊടുക്കുന്ന രംഗമാണ് കാണുന്നത്. നിറച്ച് ഈന്തപ്പഴം ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്കില്ലേ നമ്മൾ പറിച്ച ഈന്തപ്പഴമാണ് ഗൈസ്. കാരക്ക പഴയായിട്ടില്ലല്ലോ. മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. ചവർക്കും കൂടി ഉണ്ട് കൂട്ടത്തിൽ. കഴിക്കാം. നല്ല ഫ്രഷ്. ഇപ്പൊ പൊട്ടിച്ചോളൂ. തിരിഞ്ഞിട്ട് പോകും. അയ്യോ, എത്ര കാണിച്ചേ? രണ്ടെണ്ണം എടുത്തോളൂ. നല്ലതാർന്നോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാം. അപ്പം ഞങ്ങളുടെ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ വീട്ടിലിരുന്ന് മടുത്തപ്പോൾ ജസ്റ്റ് പുറത്ത് ഐശുവിനെ ഡെറ്റൈൻ ചെയ്യിക്കാനായിട്ട് വന്നതാണ്. പാർക്കിൽ കളിക്കാൻ വന്നതാണ് ഐശു. അങ്ങനെ ഐശു പാർക്കിലൊക്കെ കളിച്ചില്ലേ? ഹാപ്പി ആയില്ലേ? നാളെ നമുക്ക് പാർക്കിൽ വരാം കേട്ടോ. നാളെ നമുക്ക് വേറെ പാർക്കിൽ വരാം. അപ്പൊ നമ്മളിനി എങ്ങോട്ട് പോണേ? ഐസ്ക്രീം മേടിക്കാൻ. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഐസ്ക്രീമും മിഠായി പിന്നെന്താ കിൻഡർ എല്ലാം മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാട്ടോ. കടയിൽ ചെന്നിട്ട് നമ്മള് ഐശു ഐസ്ക്രീം മേടിക്കുന്ന വീഡിയോ കാണിക്കാൻ. ഓക്കേ, ബൈ. ഐശു സഞ്ചരിക്കുന്ന വാഹനം. ഐശു വാപ്പിയുടെ തലയിലാണ് ഇരുന്ന് സഞ്ചരിക്കുന്നത്. ഐശു നടക്കൂല. ഐശു നടന്ന അപ്പൊ തന്നെ വാപ്പി കാല് വേദന എടുക്കുന്നു. വാപ്പി ഒരു കൂട്ടിക്കൊങ്ങൻ. നമ്മുടെ ചാനലേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ 1 lakh ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുമ്പോൾ ഒരു ഗീവ് അവേ ഒക്കെ ഉണ്ട് കേട്ടോ. ഗീവ് അവേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഗീവ് അവേനെ കുറിച്ച് അറിയാനുള്ളവരൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോട്ടാ. ഗീവ് അവയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഐശു ആണ് ഗീവ് അവയുടെ വിന്നറിന് കിട്ടണത്. ബെല്ലേക്കൻ കുത്തി പൊട്ടിക്കണം. കാരക്കാസ്, ലോഡ്സ് ഓഫ് കാരക്കാസ്. പറിക്കണുണ്ട് കഴിഞ്ഞാൽ പോലീസ് വിളിക്കില്ല. ഇവിടുത്തെ ഇത് വേറെ ആരും കൈ വെട്ടി കളയും. അയ്യോ, കൈ വെട്ടി കളയും. പോലീസ് പിടിക്കണതൊന്നും അല്ല. കൈ വെട്ടി കളയും.
Açtık. Kitap.